ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ കാസർഗോഡ് ഭാഗത്തുള്ള ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൽത്തപ്പ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. ഈ ഒരു കറിയാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം കറി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു 2 ടേബിൾ സ്പൂണോളം സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊരു നാടൻ രീതിയിലുള്ള ഭക്ഷണം ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അതിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്. ഇനി ഇത് 1 ടീസ്പൂണോളം ഇഞ്ചിയും പിന്നെ അതാ ഒരു വലിയ സവാളയും ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സവാള വഴറ്റുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് വഴറ്റണമെന്നില്ല, ഒന്ന് വാടിയാൽ തന്നെ മതി. ഇനി നമ്മൾ അരച്ച് വെച്ച ഈ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തക്കാളിയൊക്കെ ഇത് ഏകദേശം വാടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുക. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു തേങ്ങ അരച്ച് കൂട്ടി അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളകാണ് എടുക്കേണ്ടത്. ഇനി 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി 2 ടീസ്പൂണും മല്ലിപ്പൊടി 1 ടീസ്പൂണും ആയിട്ടാണ് ഇട്ടത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി മസാല എല്ലാം എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ചിക്കനാണിത്. അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സാക്കി മസാല എല്ലാ ഭാഗത്തും നല്ല രീതിയിലായിട്ട് ഒരു 2 മിനിറ്റ് വരെ ഇതുപോലെ ഇങ്ങനെ വെക്കുക. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നമ്മളിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൽത്തപ്പത്തിൻ്റെ കൂടെ ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ അരച്ച് കൂട്ടിയ കറിയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാനിതിൽ വെള്ളവും ഉപ്പും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത്. നല്ല കട്ടിയായിട്ടുള്ള 1.5 കപ്പ് തേങ്ങാപ്പാലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ വേവൊക്കെ കറക്റ്റ് പാകത്തിൽ വെന്തിട്ടുമുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ചിക്കനെല്ലാം വെന്തതാണ്. അപ്പോൾ ഒരു തിള വന്നാൽ തന്നെ നമുക്കിത് ഓഫാക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു കൽത്തപ്പത്തിൻ്റെ കൂടെ അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണത്. ഇനി നമ്മുടെ കൽത്തപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് കുതിർത്ത് വെച്ച 2 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ച 1 കപ്പ് പച്ചരിയാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾക്ക് മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതാ ചോറാണ്. 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് പച്ചരിയിലേക്ക് 1/2 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തത്. ഇത് രണ്ടും നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കണ്ട. നമ്മളിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് അരച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരക്കണമെന്നില്ല, കുറച്ച് തരി ഉണ്ടെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു മിക്സിയിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിക്കുക. അപ്പോൾ അതും ഒരു 1/2 കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഒരക്കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അളവും കറക്റ്റ് ആവണം. അപ്പോഴാണ് നമ്മൾ കൽത്തപ്പം നല്ല ടേസ്റ്റും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം ഒന്ന് വേവാതെയും കിട്ടും. അപ്പോൾ അങ്ങനെയാവും. അതുകൊണ്ട് തന്നെ കറക്റ്റിന് വെള്ളമൊക്കെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം റെഡിയായി. അപ്പോൾ അത് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതാ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യേണ്ടത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ അതിന് ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റി നല്ല വാടി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലല്ല. നമ്മൾ അടുപ്പിലൊക്കെ വെച്ച് ഒന്ന് കനലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. മുകളിലും താഴെയും എല്ലാം ആയിട്ട് കനലിട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഈ ഒരു തേങ്ങയൊക്കെ അരച്ച് കൂട്ടിയ കറിയും ഒക്കെ ഉണ്ടാകുമ്പോൾ അതും ആ ഒരു സൈഡിൽ ചുട്ടെടുത്തിട്ടാണ് കേട്ടോ തേങ്ങയൊക്കെ വറുത്തടച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം, അതിൻ്റെ ഉൾഭാഗമെല്ലാം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നല്ലൊരു ഗോൾഡൻ കളർ ആയി കിട്ടണം ഇത്. അപ്പോൾ ഇതാ നമ്മുടെ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ ഒരുപാട് സമയം അടുപ്പിൻ്റെ അടുത്ത് നിന്ന് സമയം കളയേണ്ടതില്ല. ഇത് ഒരെണ്ണം തന്നെ 2 പേർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു കറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, വേറെ ഒന്നും വേണ്ട. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറീൻ്റെ കൂടെ ഇതുപോലെ ഇങ്ങനെ ഉടച്ച് നല്ല കുഴച്ച് കഴിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു ഓട്ടുപോള റെസിപ്പിയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അധികം ആൾക്കാരും ശർക്കര എല്ലാം ഇട്ടിട്ടുള്ള ആ ഒരു കൽത്തപ്പമാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കൽത്തപ്പം നമ്മൾ കാസർഗോഡ് ഭാഗത്ത് മാത്രമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്ക്. ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി അടുത്ത കിടിലൻ റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.